ക്രിമിനോളജിസ്റ്റ് ഡോക്ടർ ഫിബിൻ ബേബി നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ ഫിബിൻ ബേബി, ഇതുവരെ വന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ കൊലപാതകത്തിന്റെ കാരണങ്ങളായി താങ്കൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ക്രൈമിനെ കുറിച്ച് നമുക്കിപ്പോൾ ഒത്തിരി സ്പെക്കുലേഷൻസ് വരുന്നുണ്ട്. ഓരോ ദിവസങ്ങളിൽ പുതിയ പുതിയ വാർത്തകൾ വരുന്നുണ്ട്. ആ അവസ്ഥയിൽ നമ്മൾ ഈ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ ഈ ഒരു ക്രൈമിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ഞാനിങ്ങനെ മനസ്സിലാക്കുന്ന, അതായത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള ക്രൈസിസ് എന്ന് പറയുന്നത് പല വ്യക്തികൾക്കും ഉണ്ട്, കുറേ ആൾക്കാർക്കും ഉണ്ട്. ഇതുപോലെ തന്നെ വീട്ടിൽ ഡിപ്രൈവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഇദ്ദേഹം ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ആൾ ഒരു ഇൻട്രോവേർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരാളാണ്. അങ്ങനെ ഒത്തിരിയേറെ ഒരു എന്താ പറയുക പ്രത്യേകതകൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ എങ്കിലും ഈ പ്രത്യേകതകളെല്ലാം സമൂഹത്തിൽ പല പല വിഭാഗങ്ങളുള്ള ആൾക്കാർക്ക് എപ്പോഴും ഉണ്ടായുള്ള പ്രത്യേകതയാണ്. പക്ഷേ ഈ ഒരു പ്രത്യേകതയിൽ ഇദ്ദേഹം ഇങ്ങനെ മാറി ചിന്തിച്ചത്, അതായത് സ്വന്തം കുടുംബത്തിലെ ഇത്ര ആൾക്കാരെ കൊലപ്പെടുത്തുന്നതും കൂടാതെ ഒരു പെൺസുഹൃത്തിനെ ഞാൻ കൊലപ്പെടുത്തുന്ന രീതിയിലോട്ട് എങ്ങനെ ചിന്തിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ്. അതിനുള്ള പല കാരണങ്ങൾ പറയാറുണ്ട്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ കാരണങ്ങൾക്കൊരു പഞ്ഞമില്ലെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇഷ്ടംപോലെ കാരണങ്ങളുണ്ട്. ഉദാഹരണം പറയാം. ഈ ഒരു ആള് ഇപ്പോൾ കടബാധിത ആണെന്ന് ഇപ്പോഴത്തെ പ്രസൻ്റ് ആയിട്ടുള്ള സ്പെക്കുലേഷനിൽ നിൽക്കുകയാണെങ്കിൽ കടബാധ്യത കൊണ്ടാണ്, രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് കുറ്റകൃത്യം ചെയ്തതെന്ന് നമുക്ക് തോന്നുന്ന ആ ഒരു അവസ്ഥ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിനൊരു ഞാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇവരെ കൊന്നുകൊണ്ട് രക്ഷപ്പെടുത്തുക, ഒരു പ്രത്യേക മാനസിക നിലയത്. അങ്ങനെ ആകാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. അതായത് ഇനി ഞാനില്ല, അപ്പം നീയും ഉണ്ടാകേണ്ട ആവശ്യമില്ല, അതായത് എല്ലാം തീർത്ത് കളയുന്നൊരവസ്ഥ. രണ്ടാമത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് വരുന്നത് പാരൻസിൻ്റെ അടുത്ത് നിന്നാണ്, മാതാപിതാക്കളുടെ അടുത്തു നിന്നും അല്ലെങ്കിൽ ഫാമിലിയിൽ നിന്നാണ് നമുക്ക് മൊറാലിറ്റി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്നത്. പക്ഷേ ഈ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ, അതായത് നമ്മുടെ ഈ സമൂഹത്തിലെ പ്രത്യേകമായ സാഹചര്യത്തിൽ ഒത്തിരിയേറെ റീപ്ലേസ്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതായത് പാരൻറ്റിങ് റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നു. അതായത് പാരൻസിന് സമയമില്ലാത്തൊരവസ്ഥ. പാരൻസിന് സമയമില്ലാത്തത് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പാരൻസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ആ പാരൻസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാർ നേരത്തെ പറഞ്ഞ പോലെ ഒരു നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഒരു തരത്തിൽ പറഞ്ഞ യൂട്യൂബോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മീഡിയ എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് സ്പെഷ്യൽ ആയിട്ടുള്ള സൈബർ മീഡിയയിലോട്ടുള്ളൊരു ഇതുണ്ട്. പല കണ്ടന്റുകളും നമുക്കുണ്ട്. അതായത് നമ്മൾ കണ്ടന്റുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ഏജിൻ്റെ ബേസിലാണ്, 18+, 13+. പക്ഷേ ഈ 18+, 13+ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷനിൽ പുറത്ത് ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് മാറിക്കൊണ്ടിരിക്കുക. അതിനകത്തുള്ള വയലൻസുകൾ, ഞാൻ പല കുട്ടികളുടെ അടുത്തും സംസാരിക്കുമ്പം എനിക്ക് വയലൻ്റ് ആയിട്ടുള്ള മൂവീസ് കാണാൻ താല്പര്യം. എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമാലിറ്റിയോട് താല്പര്യമില്ലാത്തൊരവസ്ഥയുണ്ട്. നമുക്ക് നോർമാലിറ്റിയോട് ഡോക്ടർ ഫെബിൻ ബേബി, എനിക്ക് താങ്കൾ പറഞ്ഞ കാര്യങ്ങളിലുള്ള ചെറിയ ചില വിയോജിപ്പുകളും എൻ്റെ ഒരു എതിർയുക്തിയും ഞാൻ പറയാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഈ കുടുംബത്തിലെ മുഴുവൻ കടബാധ്യതകളുടെയും ഉത്തരവാദിത്വം എങ്ങനെയാണ് ഈ 23 വയസ്സുകാരൻ ഏറ്റെടുക്കുക? ഞാൻ പറഞ്ഞ ആ 23 വയസ്സുകാരൻ്റെ മനോനിലയിലൂടെ തന്നെ ചിന്തിക്കാം. അയാൾക്ക് സ്വന്തമായി വരുമാനമില്ല, അയാൾക്കൊരു തൊഴിലില്ല, അയാൾ കുടുംബത്തിന് വേണ്ടി ഇതുവരെ സാമ്പത്തികമായി എന്തെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല, കുടുംബത്തിൻ്റെ കഷ്ടതകളിലോ ക്ലേശങ്ങളിലോ ഏതെങ്കിലും തലത്തിൽ ഒരു താങ്ങായോ തണലായോ നിന്നിട്ടില്ല. പിന്നെ അധ്വാനിക്കുന്ന ഒരു അച്ഛൻ സൗദി അറേബ്യയിലുണ്ട്, ഇവിടെ ഉമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് ഗുണമാകേണ്ടുന്ന, അല്ലെങ്കിൽ അയാൾ അകപ്പെട്ടിട്ടുള്ള, അയാളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം എന്ന നിലയിലല്ലാതെ കുടുംബത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഞാൻ എന്ന് അയാൾക്ക് സ്വയം ധരിക്കാൻ പറ്റുന്ന ഒന്നും അയാളുടെ 23 വർഷക്കാലത്ത് ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അദ്ദേഹം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഇതൊക്കെ ചെയ്തു എന്ന് ഒരു വിശ്വസിക്കാൻ കഴിയുന്ന ഒരു യുക്തിയായി നമ്മുടെ മുന്നിൽ നിൽക്കുക? അതായത് ഇതിനെ നമ്മൾ ഉത്തരവാദിത്വം എന്ന് പറയുന്ന സാധനം ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതായത് പല രീതിയിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ട് കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട്. ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷൻ വെന്റിലേറ്റ് ചെയ്യുന്നൊരു, അല്ലെങ്കിൽ ആ വെന്റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള സമയത്ത് പല നമ്മുടെ മനസ്സെന്ന് പറയുന്ന അത്ര സങ്കീർണമായിട്ടൊരു അവസ്ഥയിലാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഉത്തരവാദിത്വമല്ല പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിന് തോന്നിയിരുന്നു റെസ്പോൺസിബിലിറ്റി, ഞാൻ തീർക്കേണ്ടതെന്നല്ല, ഞാൻ എങ്ങനെ, അതൊരു പ്രത്യേക അവസ്ഥയുണ്ട്. നമുക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്രസ്ട്രേഷൻ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകണം, ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണ് എന്നെ ഇത് ചെയ്യിപ്പിച്ചതെന്നുള്ള അഫ്വാൻ്റെ മൊഴിയുടെ ബേസിൽ മാത്രമാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് മടിയുണ്ട്. ശരിയാണ്, താങ്കളെ പോലെ എനിക്കും മടിയുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഇതാണ്, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെന്നുള്ളത്. അതായത് ഹീറോയിസം, അതായത് എനിക്ക് അങ്ങനെ രക്ഷപ്പെടുത്തുന്നു, അതായത് അത് അയാളൊരു ഹീറോയിസമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. ആ ഹീറോയിസം നമ്മുടെ പല യുവാക്കളുടെ ഇടയിലോട്ടും വന്നിട്ടുണ്ട്. അതായത് നെഗറ്റിവിറ്റിനെ, അല്ലെങ്കിൽ അവർ
നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്ത് അധ്വാനിക്കുന്ന ഒരാളായിട്ട് മാറുക, അല്ലെങ്കിൽ പിതാവിനെ ഹെൽപ്പ് ചെയ്യുക, മാതാവിൻ്റെ അസുഖത്തിൽ കുടുംബത്തിന് താങ്ങായി നിൽക്കുക പിതാവിൻ്റെ അഭാവത്തിൽ. ഇതാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഹീറോയിസം എന്ന് പറയുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നമ്മളൊരു മാറിപ്പോകുന്നൊരു ഹീറോയിസം, അതായത് ഡീവിയൻ്റ് ആയിട്ടുള്ള ഹീറോയിസിലോട്ട് മാറുന്നു. ആ ഉത്തരവാദിത്തത്തെക്കുറിച്ച്, ആ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച്, അതായത് ഡീവിയൻ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് നമ്മളതിനെ പറയാം, ആ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് ഞാൻ സംസാരിച്ചത്. അങ്ങനെ